നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണിച്ചൊരു വീഡിയോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫൂട്ടേജ് അച്ഛനെ വെച്ച് ഷൂട്ട് ചെയ്താണ്, ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സുഖമാണ്. ഈ ഫൂട്ടേജ് ഞാൻ നേരെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓഡിയോ ഒന്ന് അൺലിങ്ക് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ മാറ്റി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ നിന്നിട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഓൾമോസ്റ്റ് അച്ഛൻ ഇങ്ങനെ മേലോട്ടേക്ക് പൊങ്ങി വന്നു, കണ്ണ് തുറന്നു, ആ തീ വരുന്ന ഒരു എഫക്റ്റ് ചെയ്തു, അത്രയും മതി അല്ലേ. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു പാകത്തിന് നമുക്ക് എത്രയാണോ വേണ്ട അവിടെ വരെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക, രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കുക, ട്രിം ചെയ്തിട്ട് ഒഴിവാക്കിയാലും മതി. ഓക്കെ, ട്രിം ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കയറി കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, അതിൻ്റെ അത് കയറിയാൽ ഡായിജിയുടെ ഫുൾ ബേസിക് ഉണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി ഞാൻ നേരെ ഫ്യൂഷൻ ടാബിലേക്ക് പോവാണ്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കൺഫ്യൂഷൻ അടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ബേസിക് എങ്ങനെയാണ് പറഞ്ഞത് അതേ മോഡലിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഞാൻ ആദ്യം തന്നെ റീനെയിം ചെയ്യാണ്. F2 അടിക്കുന്നത് അച്ഛൻ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് ഇനി മാറിപ്പോയില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ആദ്യം തന്നെ ഈ മൊത്തം നമുക്ക് ഇതിന് ആവശ്യമുള്ള ഫൂട്ടേജുകൾ ആഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ ആഡ് ചെയ്ത പക്ഷേ പിന്നെ പറഞ്ഞു പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. വളരെ ഈസി ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഫുട്ടേജ് വേണം, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അതിനെ ഞാൻ നേരെ താഴേക്ക് ആഡ് ചെയ്തു. ഇപ്പം തന്നെ റീനെയിം ചെയ്യുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റീനെയിം കൊടുത്തു. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾ എല്ലാ ഫുട്ടേജിനും ആഡ് ചെയ്യുക, എന്നിട്ട് റീനെയിം കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഫുട്ടേജിനും ആഡ് ചെയ്ത് റീനെയിമും ചെയ്തില്ല. ഇനി ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ആദ്യം മുകളിൽ അച്ഛനെ വെച്ചു, നേരെ താഴെ ബാക്ക്ഗ്രൗണ്ട് വെച്ചു. പിന്നെ ഏതാ വരേണ്ടത്, നമുക്കൊരു ഫയറും ഫോഗും ട്രീ വരുന്നതിന് മുന്നേ റോക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ റോക്കിനെയും കൂടെ ആഡ് ചെയ്തു. ഇത് ഞാൻ റീനെയിം ചെയ്ത് വെച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. ലാസ്റ്റായിട്ട് വരേണ്ട ആളാണ് ഫോഗ്, അതിന് മുന്നേ വരേണ്ടതാണ് ഫയർ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് മുകളിലുള്ളത് താഴെയുള്ളതൊന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും നോട്ടിനെ വെക്കാം. അതാണ് നോട്ട് എഡിറ്റിങ്ങിൻ്റെ എളുപ്പം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. ആദ്യം തന്നെ അച്ഛൻ എന്നുള്ള ഫൂട്ടേജിന് ഒരു അൾട്രാ കെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അൾട്രാ കെയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഷിഫ്റ്റ് സ്പേസ് വിൻഡോസിലാണ്, കൺട്രോൾ സ്പേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ അൾട്രാ അല്ലെങ്കിൽ ഡെൽറ്റ രണ്ട് കെയർ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്തു. ഇതിനെന്ത് ചെയ്യുക, നേരെ ഇവിടെ ഇൻസ്പെക്ടർ ഓഫാണ്, ഓൺ ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീനിൻ്റെ ഗ്രീൻ കണ്ടോ, ഏത് കളറാണോ നമ്മൾ, ബ്ലൂ ആണേ ബ്ലൂ, അത് യൂസ് ചെയ്തിട്ട് മായ്ച്ചിട്ട് വേണ്ടാത്ത ഭാഗം ഒഴിവാക്കുക. ഓൾമോസ്റ്റ് സെറ്റല്ലേ, നിഴൽ വരാത്ത രീതിയിൽ സെറ്റാക്കുക. കുറച്ചൊരു ബ്ലൂ വലിച്ചു കഴിഞ്ഞാൽ ബ്ലൂവിലുള്ള എന്തെങ്കിലും ഉണ്ടായി പോയിക്കോളും. റെഡിൽ വല്ലാതെ കളിക്കേണ്ട, റെഡ് നമ്മളെ ശരീരത്തിലുള്ളൊരു കളറായതുകൊണ്ടും. ഓക്കെ, സെറ്റല്ലേ, അത് പോയി. ഇനി ഇതിന് നമുക്കൊരു മാസ്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ മാസ്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ നോഡിൻ്റെ ഇവിടെ നിന്നൊരു ലൈൻ, ഒരു പൈപ്പ് ലൈൻ വലിക്കുക, ഇവിടേക്ക് കണക്ട് ചെയ്യുക. പൈപ്പ് ലൈൻ നട്ടോ ഇതിന് പറയാം. സെറ്റല്ലേ, ഇവിടേക്ക് കണക്റ്റ് ആയിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും മെർജായി. ഈ മെർജിനെ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് എടുത്ത് വെക്കുകയാണേ, അപ്പോൾ കുറച്ചുകൂടെ ഒരു എളുപ്പമുണ്ടാകും, കുറച്ച് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോയി അല്ലേ. അത് എങ്ങനെ മനസ്സിലാവുക, ബാക്ക്ഗ്രൗണ്ട് പച്ച കണക്ടറല്ലേ കണക്ട് ആയിരിക്കുന്നത്, അത് ഫോർഗ്രൗണ്ടിൻ്റെ കണക്ടറാണ് പച്ച, ബാക്ക്ഗ്രൗണ്ട് കണക്ടർ പറഞ്ഞാൽ മഞ്ഞയാണ്. ഇപ്പോൾ തിരിച്ചു പോയി കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇൻപുട്ട് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും മാറി, സെറ്റല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ അൾട്രാ കെയറിലൊന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ട്രാൻസ്ഫോം നോഡ് കാണും. അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്യാം. കണക്റ്റ് ആയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇങ്ങനെ ആക്കി നോക്കിയാൽ കണക്റ്റ് ആയി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് അച്ഛനൊരു മാസ്ക് കൊടുക്കണം അല്ലേ. മാസ്ക് കൊടുത്താൽ ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാസ്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് അറിയോ, ഈ മെർജിലാണ് മാസ്ക് കൊടുക്കുന്നത്. ഈ മെർജിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ ഈ അച്ഛൻ എന്നുള്ള ഈ ഒരു ഫോർഗ്രൗണ്ടിനാണ് അപ്ലൈ ആവുക, ബാക്ക്ഗ്രൗണ്ടിനൊന്നും അപ്ലൈ ആവില്ല. ഓക്കെ അല്ലേ. ഇനി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഉണ്ടാവും ഒരു മാസ്കിൻ്റെ ടൂളുണ്ട്, പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഈ പോളിഗൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ മാസ്ക് അപ്ലൈ ആയി, ഫുള്ളായിട്ട് അപ്ലൈ ആയി. അപ്പോൾ മാസ്ക് വരയ്ക്കണം അല്ലേ. അതിന് നമുക്ക് മാസ്ക് ഇവിടെ വരയ്ക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. എന്താ അറിയോ, ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നേരെ സെൻറ്റർ പോയിന്റിൽ വരിക, ഈ കീ ഫ്രെയിം കൊടുക്കുന്ന ഇവിടെ അല്ലേ, ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിന് മോഡിഫൈ കൊടുക്കുക. മോഡിഫൈ കൊടുത്തിട്ട് അവിടെ ഓഫ്സെറ്റ് പൊസിഷൻ എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി നേരെ താഴെ സൈസിൽ വരിക, കൊടുക്കുക, മോഡിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. ഈ രണ്ടെണ്ണം സെറ്റാക്കുക. ഓക്കെ, ഇനി നേരെ പോളിഗണിൻ്റെ അകത്ത് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, അതിൻ്റെ ഈ ഒരു കീ ഫ്രെയിം ഓഫ് ചെയ്യേ,
എന്നിട്ട് സെൻറ്റർ പോയിൻറ്റിനകത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണക്റ്റ് ടു ഉണ്ടാവും. അതിൽ ട്രാൻസ്ഫോം സെൻറ്റർ കണ്ടോ, സെൻറ്റർ പോയിൻറ്റ് കണക്ട് ചെയ്യുക. ഇനി സൈസ് അതും ഇതുപോലെ തന്നെ കീ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണക്ട് ടു, ട്രാൻസ്ഫോം, ആംഗിൾ കൊടുക്കരുത്, ഡിസ്റ്റൻസ് കൊടുക്കണം. ആംഗിൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രമേ അത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാം, ഇനി ഞാൻ വരയ്ക്കുന്ന ഈ മാസ്ക് അച്ഛനായിട്ട് ബോണ്ടാവും. സാധാരണ ഇതിൽ നമ്മൾ മാസ്ക് അങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് വരില്ല, അല്ലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന കൂടുതൽ മാസ്ക് വരില്ല. ഇപ്പം നമ്മൾ മാസ്കും ഇവർ തമ്മിൽ ഒരു ഇൻബോണ്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി ഇവർ തമ്മിൽ. ഓക്കെ അല്ലേ. ഇനി വീണ്ടും പോളിഗണിൽ വരിക, ഇവിടെ ഇൻവേർട്ടിൻ്റെ അകത്ത് ഒരു ടിക്ക് ഇടുക. കണ്ടോ എങ്ങനെയാണോ ഇൻവേർട്ടായിട്ട് നിൽക്കേണ്ടത് അതേ മോഡൽ കിട്ടി. ഓൾമോസ്റ്റ് ഇതേ വലിപ്പം തന്നെയാണല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമുക്കൊന്ന് മാസ്ക് ആഡ് ചെയ്യാം. പിന്നെ വലിപ്പം കാര്യങ്ങൾ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ലാസ്റ്റായിട്ട് പറയാം, അവിടേക്ക് എത്തുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇതുപോലെ ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് മാസ്ക് ചെയ്യാം കേട്ടോ. പിന്നെ മാസ്ക് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണമെങ്കിൽ സൂം ചെയ്യുക. കമാൻഡ് കീ പ്രസ് ചെയ്ത് സ്ക്രോൾ ചെയ്താൽ മതി. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ആയിരിക്കാം, കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഏരിയ മാത്രം മാസ്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയ അങ്ങ് മയഞ്ഞു പോയില്ലേ, അതൊന്നും പ്രശ്നമാക്കണ്ട. ഇൻവേർട്ട് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ പോയിട്ട് സെറ്റാവും. പിന്നെ ഇനി വേണമെങ്കിൽ മാസ്ക് ചെയ്ത ശേഷം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഓരോ പോയിൻറ്റിന് കേട്ടോ. എവിടെയെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേ അല്ലെ ബ്ലാക്കോ കളറോ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് കൃത്യമായൊരു നല്ലൊരു വൃത്തിയുള്ളൊരു മാസ്ക് കൊടുക്കുക. വളരെ റഫ് അല്ലാണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു മാസ്ക്. ഇവിടെ ഒന്നും എന്തായാലും അച്ഛൻ്റെ കൈ അനങ്ങുന്നില്ലല്ലോ, അച്ഛൻ്റെ കണ്ണ് തുറക്കുന്നൊരു സീൻ മാത്രമേ ഉള്ളൂ. കൈയും കാലുകളൊക്കെ അനങ്ങുന്നതാണ്, അതിനനുസരിച്ച് മാസ്ക് ചെയ്ത് പോകണം കേട്ടോ. ഇതിലിങ്ങനെയൊക്കെ വരുന്നുണ്ട് സ്ക്രീനിനുള്ളിൽ കൂടെ നോക്കിയിട്ട്. സെറ്റല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തേക്ക് റോക്കിന് ആഡ് ചെയ്യണം. എന്നിട്ട് റോക്കിൻ്റെ മുകളിൽ കൊണ്ടുപോയി അച്ഛനെ ഇരുത്താനാണല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും റോക്കിലേക്ക് വരികയാണേ. സെറ്റാണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. റോക്ക് എവിടേക്ക് ആഡ് ചെയ്യണം എന്നറിയോ, നമ്മുടെ ഈ അച്ഛൻ്റെ ബാക്കിലായിട്ടും ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുന്നിലായിട്ടും, അതായത് ഇവർ രണ്ടുപേരും നടുവിലായിട്ട് വരണം. അപ്പോൾ നമ്മൾ വലിച്ച് ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാറ അച്ഛൻ്റെ മുന്നിലേക്ക് വരിക. അത് തെറ്റിപ്പോകാൻ പാടില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടുന്ന് വലിച്ചു ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, കണ്ടോ എല്ലാവരെയും മുന്നിലായിട്ടായിട്ട് പുതിയ മെർജ് അപ്പിയർ ആകുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരെ എന്താ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു പൊസിഷനിൽ, ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുന്നിലാണല്ലേ വേണ്ടത്, നേരെ കണക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെയുള്ള സുഖം എന്താണെന്ന് അറിയോ, ഇതിപ്പോൾ നമ്മൾ ലെയർ ബേസിലാണെങ്കിൽ മുകളിലുള്ള ലെയറിനൊക്കെ മേലോട്ട് ആഡ് ചെയ്ത ശേഷം നടുക്കൊരു ലെയർ സെറ്റ് ആക്കിയിട്ട് അതിൽ വേണം ആഡ് ചെയ്യാൻ അല്ലേ, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ മീഡിയ പൂൾ അങ്ങ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ സെറ്റല്ലേ. ഇനി സെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിന് ശേഷം ഒന്ന് ഫിറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനി എനിക്ക് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, റോക്കാണ് ഇവിടെ ഫോർഗ്രൗണ്ട് പച്ചയിൽ കണക്റ്റായി അല്ലേ. മെർജിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോക്ക് നമുക്ക് എവിടെയാണോ വേണ്ട അവിടെ സെറ്റ് ആക്കാം. ഇപ്പോൾ ഈ മരത്തിന് നേരെ മുന്നിൽ കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് സെറ്റ് ചെയ്യുന്നാലേ. ഇത്തിരി സൈസ് കുറയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ പുല്ലിൻ്റെ അതേ കളറിലേക്ക് ഏകദേശം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവും കേട്ടോ. ഇതൊക്കെ ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത ക്ലിപ്പുകളാണ്. ഓക്കെ, അവിടെ സെറ്റാക്കിയാൽ ഇനി അച്ഛനെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കണം അല്ലേ. നമുക്ക് എങ്ങനെ ചെയ്യാം, വീണ്ടും ട്രാൻസ്ഫോമിൽ വരിക. ഓക്കെ അല്ലേ. ഇപ്പം നമ്മളിവിടെ മോഡിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. നേരത്തെ ഏതാണ്, സെൻറ്റർ പോയിൻ്റ് മോഡിഫൈ, അതുപോലെ സൈസ് മോഡിഫൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾസിൻ്റെ റൈറ്റിലായിട്ട് മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത്തിരി ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എവിടെയാണോ സെറ്റ് ആക്കേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, വലിപ്പമൊക്കെ ഏകദേശം അത്ര നിൽക്കട്ടെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി ഒരു ഫോർഗ്രൗണ്ടിൽ ഒരു ട്രീ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അച്ഛൻ കഴിഞ്ഞ ശേഷം. ഇനി ആ ട്രീനെ എടുക്കുക, എവിടെയാണ് അച്ഛൻ കഴിഞ്ഞ ശേഷം, അതായത് അച്ഛൻ്റെ മെർജ് ഇതാണ്. അതിന് ശേഷം നേരെ വലിച്ചിട്ട് ഇവിടേക്ക് മെർജിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു നോഡ് അപ്പിയർ ആയി അല്ലേ, മെർജ്. അത് ഇവിടേക്ക് തന്നെ കൊണ്ടുവയ്ക്കാം നമുക്ക് എളുപ്പത്തിന് നേരെ താഴേക്ക്. സെറ്റ് അല്ലേ. അപ്പോൾ അതിൽ ഒരു വൈറ്റ് കളറിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ മെർജിൻ്റെ മുന്നേ ആയിട്ട് ട്രീയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ്, മാക്കിലാണെങ്കിൽ പറയുന്നത്, വിൻഡോസിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഏതാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ലൂമിനൻസിൻ്റെ ഒരു കിയർ ആഡ് ചെയ്യണം. ലൂമ എന്ന് അടിച്ചു കൊടുത്താൽ ലൂമ കിയർ ആഡ് ചെയ്ത്. ഓക്കെ അല്ലേ. ലൂമ കിയറിനെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴേക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ത്രഷോൾഡ് ഉണ്ട് ഇവിടെ കണ്ടോ, ചാനൽ എന്നുള്ളതിൻ്റെ ഇവിടെ ലൂമിനൻസ് ആണ് ഉണ്ടാവുക. അത് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളങ്ങനെ ചെയ്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഇൻവേർട്ടിൻ്റെ ഓപ്ഷൻ കണ്ടോ, ഇൻവേർട്ട് അടിക്കുക. കണ്ടോ ഇപ്പം തന്നെ കുറച്ച് പോയില്ലേ. ഇനി ഈ ത്രഷോൾഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു കണ്ടോ, അങ്ങനത്തെ ഇമേജ് ആണെങ്കിൽ കേട്ടോ, നമുക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ. കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ബാക്കി വൃത്തികേടുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ട്രീൻ്റെ നേരെ വന്ന് ആ ഒരു മെർജിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വെക്കണോ അങ്ങനെ റൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യുക. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം, ഇതിങ്ങനെ ഒരു മൂലയിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും ഇങ്ങനൊരു. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർഗ്രൗണ്ടിൽ
എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ടിലാണെന്നുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റൈൽ കിട്ടും. അച്ഛനിപ്പം അച്ഛൻ്റെ മുന്നിൽ എന്തോ ഒന്നുണ്ട്, അച്ഛൻ ബാക്കിലാണ്, അതായത് മൊത്തത്തിൽ ഒറ്റ സീനായിട്ട് മാറുകയാണ്. ഇവിടെ ഒരു എഫക്റ്റ് കിട്ടും, 3D എഫക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? അത് സെറ്റാക്കിയേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാം, ഫയർ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുന്നേ ഫോഗ് ഒന്ന് ആഡ് ചെയ്യണം. ഫോഗിനെ ക്ലിക്ക് ചെയ്തിട്ട് ഫോഗിൻ്റെ അകത്ത് നമുക്ക് 2-3 നോഡും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. ഞാനിപ്പോൾ ഫോഗിനെ കുറച്ച് ബാക്കോട്ടേക്ക് വെക്കുകയാണേ. ഇവിടുന്ന് ട്രാൻസ്ഫോം നോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോം നോഡിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെച്ചു. അടുത്തൊരു ട്രാൻസ്ഫോം നോഡിനെ ഡ്രാഗ് ചെയ്ത് നേരെ താഴെ വെച്ചു. അടുത്തൊരു ട്രാൻസ്ഫോം, ഇങ്ങനെ 3 ട്രാൻസ്ഫോം നോഡുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഈ ഫോഗ് ഇവിടേക്ക് കണക്ട് ചെയ്യണേ. ഓട്ടോമാറ്റിക്കലി ആ മഞ്ഞയിലാണ് കണക്റ്റ് ആവുക. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിക്കോളൂ കേട്ടോ. സെറ്റല്ലേ? 3 ട്രാൻസ്ഫോമിന് ആഡ് ചെയ്തു. ഇനി ആദ്യം ട്രാൻസ്ഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം മെർജിൻ്റെ നോഡുകൾ ഇതിലേക്കാണ് പോകാമെന്ന് കറക്റ്റ് മനസ്സിലായത്. കറക്റ്റ് ഫോളോ ചെയ്ത് പോകട്ടോ. ഫസ്റ്റത്തെ ട്രാൻസ്ഫോമിൽ നിന്ന് ഞാൻ നേരെ ഒരു ലെയർ വലിച്ചിട്ട് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? അച്ഛൻ്റെ ബാക്കിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിട്ട് ആ ഫോഗ് അപ്പിയർ ആണ് അല്ലേ. അപ്പം ഞാൻ അതിനെ വലിച്ചിട്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫോം കണക്ട് ചെയ്യാണ്. സെറ്റല്ലേ? അപ്പോൾ അവിടെ ഒരു മെർജ് അപ്പിയർ ആവും അല്ലേ? ശ്രദ്ധിക്കുക കേട്ടോ, അത് കറക്റ്റായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആ ബ്ലെൻഡിങ് മോഡ് കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഫോഗ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം എന്നുള്ളത് ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൂടുതൽ ഫോഗ് വേണം അല്ലേ? ഓൾമോസ്റ്റ് ഒരു 0.3 കൊടുത്തു നോക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. 0.3 കൊടുത്തേ ഫോഗിൽ. ഇനി അടുത്ത രണ്ടാമത്തെ ട്രാൻസ്ഫോമിൽ ഞാനൊരു നോഡ് വലിച്ചിട്ട് അതെവിടേക്ക് കണക്ട് ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ റോക്കും, അതായത് അച്ഛൻ്റെ ഒരു നോഡും റോക്കും വന്ന് ചേരുന്ന അവിടേക്ക്. ഇതാ ഈ ഒരു മെർജ് കണ്ടോ? ഈ മെർജിൻ്റെ ശേഷം, അതായത് ട്രീ വന്ന് കണക്റ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ, ആ ഒരു മെർജിലേക്ക് അങ്ങ് കണക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് പോകുന്നോളം പറഞ്ഞു കേട്ടോ, തെറ്റിപ്പോയില്ല എന്നാലും. ഓക്കെ, അവിടെ സെറ്റാക്കിയേ. അപ്പോൾ ഫ്രണ്ടിലുള്ള ട്രീ മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഫോഗിൻ്റെ അകത്ത് വന്നു. അവിടെ നമുക്ക് ബ്ലെൻഡിങ് മോഡിൻ്റെ അകത്ത് വന്നിട്ട് മെർജിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്ലെൻഡിങ് മോഡ് നേരത്തെ കൊടുത്തോണ്ടും കുറച്ചുകൂടെ കുറയ്ക്കുക. 0.2 കൊടുക്കല്ലേ നമുക്ക്. അപ്പോൾ കുറച്ചും കൂടെ അച്ഛനൊക്കെ ഒന്ന് ഫോഗിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി ആരാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത്? ട്രീ എന്ന് പറഞ്ഞൊരു നോഡാണ്. ആ ട്രീ നോഡും ഇവരെല്ലാവരും മെർജായിട്ട് ലാസ്റ്റ് ഏറ്റവും ഫോർഗ്രൗണ്ട് വന്ന് നിൽക്കുന്ന ഇവിടെ മെർജ് 3 എന്ന് പറയുന്ന ഏരിയയിലാണ്. അവിടേക്ക് ലാസ്റ്റ് ട്രാൻസ്ഫോം എന്ന് വലിക്കുക, കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു മെർജ് കൂടി ഇവിടെ അപ്പിയർ ആയില്ലേ? അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ബ്ലെൻഡിങ് മോഡ് എന്ത് ചെയ്യുക? കുറച്ചും കൂടെ കുറയ്ക്കുക. അതായത് ഏറ്റവും പുറത്തോട്ടേക്ക് വരുന്ന ഫോഗല്ലേ, അപ്പോൾ 0.1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോക്കിയിട്ട് എങ്ങനെയാണോ കുറവ് തോന്നുന്നത് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ഫോഗ് അവിടെ കാണുകയും വേണം. 0.11 ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? കുറച്ച് കളർ ഗ്രേഡുകൾ ചെയ്യാണ്ട് അല്ലേ? അപ്പോൾ ആർക്കോ കളർ ഗ്രേഡ് ചെയ്യണം? ട്രീന് ഒരു കളർ ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രീനൊന്ന് ബാക്കോട്ട് വലിച്ചേ. കാര്യം ഇവിടെ ഒരു കളർ ഗ്രേഡിനോട് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. റോക്കിനൊന്ന് ബാക്കോട്ട് വലിച്ചേ. നിങ്ങൾ ഇതേ മോഡൽ തന്നെയാണ് ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് തെറ്റാനൊരു ചാൻസും ഇല്ല. ഇനി ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറിലേക്കാണ് നമ്മൾ ബാക്കി എല്ലാവരെയും കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. അച്ഛൻ്റെ നോഡിനൊന്ന് ബാക്കോട്ടേക്ക് വലിക്കുക. ഇവിടെ നമുക്ക് ആ കളർ കറക്റ്റർ ആഡ് ചെയ്താൽ എന്താണെന്ന് അറിയോ? പച്ച കളറിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛനും കൂടെ മായഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? അച്ഛനെ കുറച്ചും കൂടെ ബാക്കോട്ടേക്ക് വെച്ചിട്ട് അൾട്രാ കിയറിനെയും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത ശേഷം, ഓക്കെ അല്ലേ? അൾട്രാ കിയറിനെയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ കളർ കറക്റ്റർ എന്ന് നമുക്ക് നോഡ് കാണാൻ പറ്റും. ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, മെനു എടുക്കുക, കളർ കറക്റ്റർ എന്ന് അടിക്കുക, ആഡ് ചെയ്യുക. ഓക്കെ, അവിടേക്ക് ആഡ് ചെയ്തു. ഇനി ഞാൻ ഏകദേശം ഈ ഒരു കളറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ടീൽ എന്ന് പറയുന്ന ഒരു കളറിലേക്കാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അത്രയും അങ്ങോട്ട് നീല വേണ്ട, ഓൾമോസ്റ്റ് ഈ ഒരു കളർ മതി അല്ലേ? ലാസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടെ കളർ ഗ്രേഡ് ചെയ്യാനുണ്ട്. അതിലെല്ലാവരും ഏകദേശം നല്ല കളറിലേക്ക് വരുമെന്ന് വിചാരിക്കാം. സെറ്റല്ലേ? ഓൾമോസ്റ്റ് കളർ സെറ്റാണ്. ഇനി എന്ത് ചെയ്യുക? ആ കളർ കറക്റ്ററിനെ ഇത്തിരി കളർ കുറയ്ക്കണമെങ്കിൽ, അതായത് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കോൺട്രാസ്റ്റിലൊന്നും ചെയ്യാൻ പാടില്ല. അത് മൊത്തം സ്ക്രീനിനെ ബാധിക്കും. നോക്കോ, നമുക്ക് ഇവിടേക്ക് കുറച്ച് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ബാധിക്കും കണ്ടോ? നമ്മളെ മാസ്ക് ചെയ്ത് ആ ഏരിയയിൽ കൂടെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഗാമ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ മൂവ് വേണ്ടൂ. ഗാമയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ കളറിന് ചേരുന്ന രീതിയിലേക്ക് ഫോർഗ്രൗണ്ടിനെ സെറ്റാക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ഇതിനെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമാൻഡ് C, വിൻഡോസിലാണെങ്കിൽ Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി റോക്കിന് ഇത് വേണം അല്ലേ? റോക്കിനെ കുറച്ച് ബാക്കോട്ടേക്ക് വെച്ചിട്ട് റോക്കിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് V, Ctrl+V പേസ്റ്റ് അടിക്കുക. ഏകദേശം അതിൻ്റെ നേരെ ചുവടിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒക്കെ ബാക്കോട്ടൊന്ന് വലിച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാറ ഓൾമോസ്റ്റ് ആ കളറിലേക്ക് വന്നു അല്ലേ? എന്നിട്ട് പാറയ്ക്ക് ഇത്തിരി ഒരു
ലൈറ്റൊക്കെ കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പച്ച അത്ര കാണണ്ടല്ലേ, പച്ച ഒരു നീലയിലേക്ക് വരണം. അപ്പോൾ സാച്ചുറേഷൻ ഇത്തിരി വലിച്ചിട്ട് ഓക്കെ അല്ലേ, ഓൾമോസ്റ്റ് സെറ്റാണല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. ഇനി എന്താ ചെയ്യുക, ഇതിനൊന്ന് കോപ്പി ചെയ്യാം. വീണ്ടും കോപ്പി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിന് ആരാ ആഡ് ചെയ്യേണ്ടത്, ട്രീനാണ് ആഡ് ചെയ്യേണ്ടത്. ട്രീ കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചേക്കുക, കമാൻഡ് വി അല്ലേ, അവിടേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. വീണ്ടും ലൂമ കിയർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലൂമ കിയറിനെയും കൂടെ ഇങ്ങോട്ട് വലിച്ച ശേഷം മാത്രമേ കളറ് കറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താവും, ആ വെള്ളയും ആ കുത്തുകളില്ലേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വരുന്നത് വെള്ളയും കറുപ്പും അത് വരും കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ ശേഷം ലൂമ കിയറിന് ശേഷം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൂമ കിയർ കുറച്ചും കൂടി വലിച്ചിട്ട് കളർ കറക്ഷൻ്റെ നോഡുകൾ ഞാൻ നേരെ ആക്കി വെച്ചേ. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറച്ച് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫോഗൊക്കെ ഇങ്ങനെ ആയിട്ട് ഒരാൾ ബാക്കിലിരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓക്കെ അല്ലേ, നിങ്ങൾക്ക് തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ഫോളോ ചെയ്യാൻ ഞാൻ ചെയ്ത പോലെ തന്നെ അറേഞ്ച് ചെയ്ത് പോകുന്നത് ഒരു തെറ്റും പറ്റില്ല കേട്ടോ. ഇനി ട്രാൻസ്ഫോമിൻ്റെ അകത്ത് വീണ്ടും വരിക, കീ ഫ്രെയിം അപ്ലൈ ചെയ്യാൻ പോവാണല്ലേ. അപ്പോൾ ഇത് മൂവ് ചെയ്യും പോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ പോളിഗണിലുള്ള മാസ്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ മാസ്കിങ്ങിന് ട്രാക്കിംഗ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ സെറ്റ് ആക്കിയില്ലേ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫ്രെയിം കൊടുക്കാൻ നോക്കിയാൽ പൊസിഷനിൽ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഇതിന് വേണ്ടി നമ്മൾ കീ ഫ്രെയിം കൊടുത്ത സ്ഥിതിക്ക് നേരെ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മോഡിഫയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കാം. മോഡിഫയേഴ്സ് ഓൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് സെൻറ്ററും ഉണ്ടാവും, അതുപോലെ സൈസും ഉണ്ട്, രണ്ടുമാണ് നമ്മൾ മോഡിഫൈ ചെയ്തേക്കുന്നത് അല്ലേ. അതിലെന്ത് ചെയ്യുക, ഓഫ്സെറ്റ് ഓൺ ട്രാൻസ്ഫോം സെൻറ്റർ എന്നുള്ള ഓപ്പൺ ചെയ്യാം. അതിನಲ್ಲಿ ഓഫ്സെറ്റ് എക്സ് കണ്ടോ, അതിൻ്റെ അകത്തൊരു കീ ഫ്രെയിം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കീ ഫ്രെയിം വരുന്നത് ഇവിടെയാണ്. ഇവിടെ മഞ്ഞയിൽ തുടങ്ങിയിട്ട് ഈ മഞ്ഞയിലാണ് എൻഡിങ് അല്ലേ. ഇതിൻ്റെ പുറത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കും, ടൈം ലൈനിൽ കട്ട് ചെയ്ത് വയ്ക്കും. ഫ്യൂഷനിലേക്ക് നമ്മൾ ഈ മഞ്ഞ തൊട്ട് ഈ മഞ്ഞ വരെയുള്ള സംഭവങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്കൊരു 90 ഒരു 100 പിടിക്കും അല്ലേ. 100ൻ്റെ അകത്ത് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 100 ഏകദേശം നോക്കാം നമുക്ക്, പിന്നെ മാറ്റണമെങ്കിൽ മാറ്റാമല്ലോ. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഈ മോഡിഫയേഴ്സിൽ വന്നിട്ട് അറിയാലോ അല്ലേ, ടൂൾസിന് തൊട്ടപ്പുറമായിട്ട് വരുന്ന മോഡിഫയേഴ്സിൽ വന്നിട്ട് ഓഫ് സെറ്റിൽ വൈ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ നമുക്കൊരു പുതിയ നോഡ് അപ്പിയർ ആയിട്ടുണ്ടാവും, പാത്ത് അല്ലേ. ഓക്കെ അല്ലേ, ആ പാത്തിൽ ഇവിടെ ഒരു കീ ഫ്രെയിമും അപ്ലൈ ആയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, സെറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വെള്ള കുത്ത് ഇവിടെ ആഡ് ആയിട്ടുണ്ട് അല്ലേ. ഇനി ഓൾമോസ്റ്റ് കണ്ണ് തുറക്കുന്ന ഇവിടെ കണ്ണ് തുറക്കുന്നത്, അപ്പോഴേക്കും മുകളിൽ എത്തണം അല്ലേ പൊങ്ങിയിട്ട്. അപ്പോൾ ഒരു 140ാമത്തെ ഫ്രെയിമിൽ വീണ്ടും കൊണ്ടുവച്ച ശേഷം എന്ത് ചെയ്യുക, ഓഫ് സെറ്റ് ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഓഫ് സെറ്റിലെ വൈ പൊസിഷൻ മേലോട്ടേക്ക് നീക്കി കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓഫ് സെറ്റ് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇത്രയൊന്നും മേലോട്ട് കയറണ്ടല്ലോ, ഓൾമോസ്റ്റ് ഇവിടെ വരെ വന്നാൽ മതി അല്ലേ. തോനെ മേലേക്ക് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്ക്രീൻ കട്ട് ചെയ്യുന്നതിലോ മൈഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ വരെ സെറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു വരയും കാണാൻ പറ്റും, അതുപോലെ 140 ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തായതും കാണാൻ പറ്റും. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്കിവിടെ പാത്ത് വരുന്നതിന് മുന്നേ ഓഫ് സെറ്റും 2 ഓഫ് സെറ്റ് ആണല്ലോ ഉണ്ടാവുക, ഓഫ് സെറ്റ് സൈസും ഓഫ് സെറ്റ് സെൻറ്ററും. ആ സെൻറ്ററിൽ വന്നിട്ട് ഓഫ് സെറ്റിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു, എവിടെ 100ാമത്തെ ഫ്രെയിമിൽ. എന്നിട്ട് 140ലേക്ക് കൊണ്ടുവച്ച ശേഷം എന്ത് ചെയ്തു, ആ ഒരു ഓഫ് സെറ്റ് തന്നെ ഓൺ ചെയ്തിട്ട് വൈ പൊസിഷനിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കീ ഫ്രെയിം ഇവിടെ അപ്ലൈ ആവും. നിങ്ങൾക്ക് നോക്കിയാൽ 140 ഇവിടെ ഒരു അപ്ലൈ ആവും. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, മേലോട്ടേക്ക് മെല്ലെ ഉയർന്നു വന്നു അല്ലേ. അത് കുറച്ചും കൂടെ മെല്ലെ ഉയർന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു 100ാമത്തെ പൊസിഷനിൽ വരിക. 100 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 100ാമത്തെ ഫ്രെയിമാണ് കാണാൻ പറ്റും. അവിടെ കീ ഫ്രെയിം ഒന്ന് ഓഫാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ബാക്കോട്ടേക്ക് കൊണ്ടുവന്നൊരു 70ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പഴയ പൊസിഷനിലേക്ക് തന്നെ, അതായത് ഇവിടെ 0.1ലേക്ക് തന്നെ കൊണ്ടുവയ്ക്കുക. അവിടെ നമുക്ക് വേണം മാനുവലി കൊടുക്കാൻ പറ്റും കേട്ടോ. 0.1 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയായിരുന്നു അതേ പൊസിഷനിൽ വന്നിരിക്കും. അപ്പോൾ അവിടെ വീണ്ടും ഒരു കീ ഫ്രെയിം അപ്ലൈ ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഓൾമോസ്റ്റ് മെല്ലെയാണല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് സ്പീഡൊക്കെ നമുക്ക് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, ഓൾമോസ്റ്റ് സെറ്റ് അല്ലേ. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ലാർജായിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ ടൈം ലൈനിൽ വന്നിട്ട് പി ബട്ടണിലേക്ക് കീബോർഡ് പി ബട്ടൺ അടിച്ചാൽ ഫുൾ സ്ക്രീൻ കിട്ടും കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് തുടക്കം മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത്രയും സെറ്റാണ്. വീണ്ടും ഫ്യൂഷനിൽ തന്നെ വരികയാണ്. ഇനി നമുക്ക് മൊത്തത്തിലൊരു കളർ ഗ്രേഡ് ചെയ്യണം അല്ലേ. എല്ലാവർക്കും കൂടെ മൊത്തത്തിലൊരു കളർ ഗ്രേഡ് ചെയ്തിട്ട് ഈ ഒരു കളറിനെ വേറൊരു കുറച്ചുകൂടെ ഭംഗിയുള്ള കളറിലേക്ക് ആക്കണമെങ്കിൽ ലാസ്റ്റ് കണക്റ്റായ മെർജ് 6, നിങ്ങൾക്കും മെർജ് 6 തന്നെ ആയിരിക്കും കണക്ട് ചെയ്യുന്ന വരുന്നത്. ഇല്ലെങ്കിൽ ഏതാണോ ലാസ്റ്റ് കണക്ട് ഔട്ടിലേക്ക് പോകുന്ന മെർജാണോ അതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു കളർ കറക്റ്ററിനോടും കൂടി ആഡ് ചെയ്യാം. സിമ്പിളാണ്. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം ഈ ഒരു പച്ച പോലത്തെ ഒരു കളറിലേക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏത് ഗ്രേഡിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുവപ്പോ പച്ചയോ റോസോ നീലയോ
നമ്മളിഷ്ടമാണ്. പക്ഷേ കാണുന്ന ആൾക്കാർക്കും കുറച്ചുകൂടെ രസമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ മൊത്തത്തിൽ ഒരു പച്ച കളറിലേക്ക് പോയിട്ടുണ്ട്. ഇത്തിരി കളർ എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് ബ്ലാക്ക് ആക്കുക. എന്ത് ചെയ്യുക, സാച്ചുറേഷൻ ഇത്തിരി കൂട്ടിയിട്ട് ലിഫ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കുറയ്ക്കുക. അതുപോലെ ഗെയിനും കുറച്ച് കുറയ്ക്കുക, ഒരല്പം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒരു കളർ ഗ്രേഡ് ആയിക്കൊണ്ട് വന്നാൽ ഇപ്പം മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒറ്റ കളറിലേക്ക് വന്നു. അത് എത്ര ഉദ്ദേശിക്കുന്നു, ഒറ്റ കളറിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ അച്ഛൻ്റെ ഇവിടെയൊക്കെ ഇത്തിരി ലൈറ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അച്ഛനുള്ള നോഡിൽ കളർ കറക്റ്ററിൽ വന്നിട്ട് അതിനനുസരിച്ച് ഇത്തിരി കുറച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു റിയാലിറ്റി കിട്ടും. ആ ഒരു കളറിലേക്ക് ഗെയിനും ഗാമയും മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കളറിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ് അല്ലേ. ആൾ മൂവ് ചെയ്ത് വന്നു, അവിടെ വന്നു. ആ കണ്ണ് തുറക്കുന്ന ഒരു പൊസിഷനിൽ ഒരു ഫയർ അപ്പിയർ ആണ് അല്ലേ. ഒന്നെങ്കിൽ ഇവിടെ വെച്ച ശേഷം നമുക്ക് ഒരു ഫയറിനെയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചൊരു ഫയറിനെയും കൂടി ഇതിനെന്ത് ചെയ്യുക, കളർ ഗ്രേഡിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യുക. കളർ ഗ്രേഡിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് തന്നെ പച്ച കളറിലായിരിക്കും തീ വരിക. ആ കളറിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ പച്ച കളറിലാണ് വേണ്ടതെങ്കിൽ മെർജ് 6ലേക്ക് ആഡ് ചെയ്യുക. പച്ച കളർ കഴിഞ്ഞ് കറക്റ്റ് ചോപ്പിലേക്കാണ് വേണ്ടതെങ്കിൽ കളർ ഗ്രേഡ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഫയറിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു ടൈം സെറ്റ് ആക്കാനുണ്ട്. അതിനെന്ത് ചെയ്യുക, നേരെ ഒരു കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കീ ഫ്രെയിംസിൽ വരിക. ഓക്കെ അല്ലേ. എന്നിട്ട് ഇവിടെ ഒരു സൂം ടു ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടൈം ലൈൻ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഫയറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഫയർ കണ്ടാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഫയർ അപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പക്ഷെ കണ്ണ് തുറക്കുന്ന ആ ഒരു പൊസിഷനിലല്ലേ, അവിടേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു മെർജിനോഡില്ലേ, മെർജിനോഡിൽ വന്നിട്ട് ലാസ്റ്റായിട്ട് ഫയർ കണക്റ്റായ മെർജിനോഡിൽ വരിക. പച്ചയിൽ തന്നെയാണോ കണക്റ്റ് ആയത് കൺഫേം ആക്കുക കേട്ടോ ഫയർ. ഓക്കെ അല്ലേ. എന്നിട്ട് നേരെ അതിൻ്റെ അപ്ലൈ മോഡിൽ വരിക, നോർമൽ മാറ്റുക, സ്ക്രീൻ കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കോ, കറക്റ്റായിട്ട് കണ്ണ് തുറക്കുന്ന സമയത്ത് തീ വരും. സെറ്റല്ലേ. അപ്പോൾ തീ അവിടെ തീരുവാണ്. അപ്പോൾ അത്രയും നമുക്ക് ക്ലിപ്പ് മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടൈം ലൈനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പൊങ്ങി വന്നു, ഫയർ വിട്ടു, പോയില്ലേ. ഓക്കെ, അവിടെ വരെ കട്ട് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. വേണമെങ്കിൽ അച്ഛൻ അവിടെ വെച്ച് ഡിസപ്പിയർ ആയിട്ട് പോകുന്നൊരു എഫക്റ്റ് കൂടെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഫയർ വന്നിട്ട് ഫയർ തീരുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫയർ അപ്പിയർ ആയിട്ട് കുറച്ചാകുമ്പോഴേക്കും അച്ഛൻ അങ്ങ് വാനിഷായിട്ട് പോകണം അല്ലേ, കാണാതെ പോകണം. അപ്പോൾ അച്ഛൻ എന്നുള്ള നോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ഇവിടെ എവിടെയെങ്കിലും ഒരു കറുപ്പ് കളറിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. എന്നിട്ട് അതിൻ്റെ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണ്, അച്ഛനെ ഏത് നോഡിലാണോ ഏത് മെർജ് നോഡിലാണോ കണക്ട് ചെയ്തത് ആ മെർജ് നോഡ് സെലക്ട് ചെയ്യാം. ഈ മെർജ് നോഡ് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയോ തന്നെ ആ മെർജ് നോഡ് കൂടെ നമുക്ക് കാണാൻ പറ്റും. ആ മെർജ് നോഡിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് ഇവിടെ വരെ ഒരു കീ ഫ്രെയിം നമുക്ക് അപ്ലൈ ചെയ്യണം അല്ലേ. ഏതിൻ്റെ അകത്താണ്, ബ്ലെൻഡ് മോഡിൻ്റെ അകത്ത്. ബ്ലെൻഡ് മോഡിൽ അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. അടുത്ത 1, 2, 3 ഫ്രെയിമുകൾ കഴിയുമ്പോഴേക്കും ഡിസപ്പിയർ ആയി പോകണം അല്ലേ. അപ്പോൾ ബ്ലെൻഡ് മോഡ് ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആയി. ഓക്കെ അല്ലേ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ബ്ലറായിട്ട് കാണണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് എന്നിട്ട് ബ്ലറെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനൊന്ന് ആഡ് ചെയ്യുക ആ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. എത്രത്തോളം ബ്ലർ ആക്കണം എന്നുള്ളത് നമുക്കിവിടെ സ്ട്രെങ്ത്തിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ചെറിയൊരു ബ്ലർ മതിയെങ്കിൽ ചെറിയൊരു ബ്ലർ. ഇതുപോലെ ഏതൊക്കെ ഫ്രെയിമിൽ നിങ്ങൾക്ക് ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലറും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ചില വീഡിയോയിൽ നിർബന്ധമായിട്ടും ബ്ലർ ആവശ്യമുണ്ട് അല്ലേ. അങ്ങനത്തെ വീഡിയോകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇനി അതിന് വേണ്ടി ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയാണ്. ഓക്കെ, ഈ ബ്ലർ എനിക്ക് ആർക്കും കൂടെ കൊടുക്കണം, ട്രീക്കും കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ട്രീനെ പറഞ്ഞ പോലെ ട്രീൻ്റെ കളർ കറക്ഷൻ നോടുകൂടെ കഴിഞ്ഞ ശേഷം അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്രത്തോളം ബ്ലർ ആകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ബ്ലർ മതിയെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യുക, ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കണം. അതായത് ഇതിന് ഈ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ട ഒരു കോളം, അതിൻ്റെ റൈറ്റിലൊരു ആരോ കണ്ടോ, താഴേക്കുള്ള ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഡൈനാമിക് സൂം ഓപ്പൺ ചെയ്യാം. അതിന് എന്ത് ചെയ്യുക, നേരെ താഴേക്കോ അല്ലെങ്കിൽ ചെറിയൊരു സൈഡിലേക്കൊക്കെ ആയിട്ട് സെറ്റാക്കുക. അധികം വേണ്ട, ഓവർ വേണ്ട, ഒരു പാകത്തിൽ സൂമായി വരുന്ന രീതിയിലൊന്ന് സെറ്റാക്കുക. കണ്ട ആ ഒരു മൂവ്മെൻറ്റ് കൂടെ വന്നപ്പോൾ വീഡിയോക്ക് ആ മൂവ്മെൻറ്റ് കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും താഴെയായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ആഡ് ചെയ്യാം. അത് നമ്മുടെ എഫക്റ്റ് തന്നെ കാണും. സെർച്ച് ചെയ്തൊന്ന് ഒഴിവാക്കണേ. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക, മുകളിലായിട്ട് ഇടുക. നമ്മൾ മൊത്തം ചെയ്ത വീഡിയോൻ്റെ മുകളിലായിട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അത് താഴെ മുകളിലൊന്ന് ക്രോപ്പ് ചെയ്യണം. ഇവിടെ ക്രോപ്പിംഗ് ഓൺ ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ ബോട്ടത്തിലൊരു 100
അതുപോലെ ടോപ്പിലൊരു 100 ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡൈനാമിക് സൂം എന്നുള്ള ഈ ഒരു ഐക്കണെന്ന് ഓഫ് ചെയ്യാം. വീണ്ടും ഫ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ. ഇങ്ങനെ പറ്റുകയാണെങ്കിൽ തന്നെ ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് കയറുക. ഏത് ലെയറിലാണോ ഇപ്പോൾ മുകളിലായിട്ട് കാണുന്നത് ആ ലെയറിൻ്റെ ഫ്യൂഷനാണ് കിട്ടുക. അപ്പോൾ ഈ ലെയറാണ് ഏറ്റവും മുകളിൽ, അതിനെ ഹൈഡ് ചെയ്തു, ഈ ലെയറിനെ ക്ലിക്ക് ചെയ്തു, ആ ഫ്യൂഷനിലേക്ക് വന്നു. നമുക്ക് ഫയറിൻ്റെ നോഡിൻ്റെ മുന്നേ ആയിട്ട് റേ നോഡ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ? റേ നോഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മളൊന്ന് നോക്കിയാലേ. ഈ മെർജിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് റേ. ഉണ്ടല്ലോ, ലൈറ്റ് റേ ഉണ്ടല്ലോ, ലൈറ്റ് റേ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് റേ എന്ത് ചെയ്യും, നമ്മുടെ ഫയറിനെ എഫക്റ്റ് ചെയ്യില്ല, ഉള്ളിലായിട്ട് വന്നു അല്ലേ? എനിക്ക് വിഷയമല്ലല്ലോ. അൺഹൈഡ് ചെയ്യുക, ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ ആ ഫയർ ലൈറ്റ് റേനെ എഫക്റ്റ് ചെയ്തില്ല അല്ലേ? അത് നേരെ പോയി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു വന്ന്. സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.